ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായി നമുക്ക് ആവശ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഒരു വലിയ കറക്റ്റീവ് ഫോഴ്സ് ആയിരുന്നു ഈ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും. ആ കറക്റ്റീവ് ഫോഴ്സിനെ വെറും കറക്റ്റീവ് ഫോഴ്സാക്കി നിങ്ങൾ മാറ്റരുത്, അങ്ങനെ ചെയ്യരുത്. കാരണം ഇത് ഒരു മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്. ബോംബ് ഉണ്ടാക്കി മരിച്ചാലും ബോംബ് പൊട്ടിയാലും ഒരു പ്രശ്നമില്ല, ആരായാലും അവരെല്ലാം രക്തസാക്ഷി. ഇതാണോ രക്തസാക്ഷി? ഇവരെ രക്തസാക്ഷി എന്നല്ല പറയണ്ടേ, ഇവരെ വലിയ കൊടും ക്രിമിനലുകളാണ് അവരെ സ്തുതിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തൂക്കിലേറ്റപ്പെടുന്ന, അതായത് ഇവിടെ നടത്തുന്ന ഒരുപാട് കേസുകളിനകത്ത് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാം നിങ്ങൾ അവർക്കെല്ലാം സ്മാരകം പണിഞ്ഞോളൂ. എന്തുകൊണ്ട് പണിയുന്നില്ല? കൊടും ക്രിമിനലുകൾക്ക് ആണോ സ്മാരകം പണിയേണ്ടത്? അവരെ എന്ത് നന്മയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? നിങ്ങൾ ചിന്തിക്കണം. അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടോ? കാണുമായിരിക്കാം. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഈ ബോംബ് ചിലപ്പം ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്ന അവരായിരിക്കും. അപ്പോൾ നിങ്ങളും എല്ലാവരും ക്രിമിനലുകളായിട്ട് അത് പൊതുകയാണ്. അങ്ങനെയുള്ളപ്പോൾ അവരോടുള്ള ചങ്ങാത്തം എന്ന് പറയുന്നത് പോലും ക്രിമിനാലിറ്റിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഈ പ്രസ്ഥാനം ഈ രീതിയിലേക്ക് അധപ്പതിച്ച് പോകരുത് എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും വളരെ വേണ്ടതാണ്. എന്നും ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് ഈ പാർട്ടി പോകണം, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. അത് ഈ രീതിയിലേക്ക് അധപ്പതിച്ച് പോകരുത് എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഒരു സ്മാരകം എന്ന് പറഞ്ഞാൽ ഒരാളെ സ്മരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ സ്മാരകം. ഈ സ്മാരകം എന്ന് പറയുന്നത് അയാളെ ഏത് വിധത്തിൽ സ്മരിക്കണം നമ്മൾ? അതായത് ജനങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്തിട്ടുള്ള ഒരാൾ, സമൂഹത്തിന് വളരെ പ്രയോജനം ചെയ്തേക്കുന്ന ഒരാൾ, ഒരു രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അയാൾ നല്ല രീതിയിൽ അതിനെ നയിച്ച ആൾ, അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ സ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം ഈ ലോകത്ത് അതുപോലെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം സ്മാരകങ്ങളുണ്ട്. ഇപ്പം മഹാത്മാഗാന്ധിക്ക് സ്മാരകമുണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മാരകമുണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രിക്കുണ്ട്, ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് സ്മാരകമുണ്ട് എന്ന് തുടങ്ങി. അതുപോലെ തന്നെ സഖാവ് EMSന് സ്മാരകമുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്കും അതുപോലെ തന്നെ വളരെ പ്രമുഖ വ്യക്തിത്വങ്ങളെന്ന് പറയുന്നത് വളരെ നല്ല കാര്യങ്ങൾ ചെയ്തവരും മനുഷ്യന് വേണ്ടി അവരുടെ കാൽപ്പാടുകൾ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ളവരുമായിട്ടുള്ള വലിയ മഹാരഥന്മാർക്ക് നൽകുന്ന ഒരു സംവിധാനമാണ്, കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ സ്മാരകം. അപ്പം എന്നാ ചോദിക്കുക, എന്ത് ഇവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മരിച്ചുപോയതല്ലേ എന്ന്? ഈ ബോംബുണ്ടാക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണോ? ഇത് ഈ ബോംബുണ്ടാക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടി സമ്മതിക്കുകയാണെങ്കിൽ കൊള്ളാം. ഈ ബോംബുണ്ടാക്കുന്നത് എന്തിനാണ്? സ്വന്തമായിട്ട് പൊട്ടിച്ചാവാനാണോ? അല്ല. അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനുള്ള, എന്തെങ്കിലും പുഴുങ്ങി കൊടുക്കാനുള്ള സാധനമാണോ ബോംബ്? ഒന്നും അല്ലല്ലോ. എതിർഭാഗക്കാരെ എറിഞ്ഞു കൊല്ലാൻ, അതായത് അക്രമം നടത്താനുള്ള ഒരു സംവിധാനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വടിവാൾ ഉണ്ടാക്കുന്ന കൊല്ലന്മാർക്കൊക്കെ സ്മാരകം ഉണ്ടാക്കണ്ടേ? ഇവിടെ ഇപ്പോൾ വടിവാൾ കൊടുക്കുന്ന കൊല്ലന്മാരുണ്ടല്ലോ, കൊല്ലപ്പണിക്കാർ, അവരാണല്ലോ വടിവാൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർ വലിയ കത്തി ഉണ്ടാക്കി കൊടുക്കുന്നവർ, വടിവാൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ, അവർക്കൊക്കെ ഈ സ്മാരകം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതുപോലെ ഈ തോക്ക് പോലും, അതായത് നമുക്ക് റിവോൾവർ പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ കൊല്ലപ്പണിക്കാരുണ്ട്, മിടുക്കന്മാർ, അവർക്കൊക്കെ സ്മാരകം ഉണ്ടാക്കണ്ടേ? ഇതൊക്കെ അവർക്കും രാഷ്ട്രീയ പ്രവർത്തനമല്ലേ നടത്തുന്നത്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വടിവാൾ ഉണ്ടാക്കി കൊടുക്കുക, ആ വടിവാൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ കമ്പിപ്പാര ഉണ്ടാക്കി കൊടുക്കുന്നു ബാക്കി ആളുകളെ അടിക്കാൻ, അതിനു വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക, അത് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കണക്കാക്കണ്ടേ? അതുപോലല്ലേ ബോംബ്? അത് ചെറിയൊരു കാര്യം, കാരണം അത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. നേരെ മറിച്ച് ഈ ബോംബെന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സാധനമല്ല. അപ്പോൾ അങ്ങനെ കളിപ്പാട്ടം ഉണ്ടാക്കാനല്ല, അല്ലെങ്കിൽ ദീപാവലിക്ക് പൊട്ടിക്കാനുള്ളതല്ല ബോംബ് കേട്ടോ. ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല. ഇത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ആളുകളെ കൊല്ലാനാണ്. അതായത് എതിർഭാഗത്തിനെ എറിഞ്ഞ് കൊല്ലാൻ, അല്ലെങ്കിൽ അവൻ്റെ വീടെറിഞ്ഞ് നശിപ്പിക്കാൻ ഉള്ള ഒരു സാധനമാണ് ഈ ബോംബെന്ന് പറയുന്നത്. ആ ബോംബുണ്ടാക്കുന്നത് ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമുക്ക് കണക്കാക്കാൻ ബോധമുള്ളവർ കണക്കാക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഏതിനും പറയുന്ന ആളുകൾക്ക് പറയാം, അതിനെന്താ, RSS ഉണ്ടാക്കിയിട്ടില്ലേ? ഇത് RSS അല്ല, ASS അല്ല, ആരുണ്ടാക്കിയാലും ബോംബുണ്ടാക്കുന്നത് രാഷ്ട്രീയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. RSSോ മുസ്ലിം ലീഗോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ
അല്ലെ ജനതാ പാർട്ടി ആരോ ആവട്ടെ, ബോംബ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതല്ല. ആ ബോംബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഗുരുതരമായ തെറ്റാണ്. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് അനുസരിച്ചുള്ള വളരെ വലിയ ഒഫൻസാണ് ഈ കമ്മിറ്റ് ചെയ്യുന്നത്, ഈ ബോംബ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിലൂടെ. അങ്ങനെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ഇത് രണ്ടനുസരിച്ചുള്ള ഒഫൻസ് വരും. ഇത്രത്തോളം ഗുരുതരമായ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തെന്ന് ഒരുത്തൻ അവനെ ഓർമ്മിപ്പിക്കാനായിട്ട്, സ്മരിക്കാനായിട്ട് സ്മാരകം ഉണ്ടാക്കുക. അത് പൊട്ടി ചത്തുപോയി. നല്ല കാര്യമാണ്. ഇത് ഉണ്ടാക്കുന്നവന്മാർ ചത്തു വന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് വീണ്ടും വീണ്ടും പൊട്ടി ഇതുണ്ടാക്കുന്നവന്മാർ എല്ലാം ചാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇത് ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമല്ല. അവനിത് ഉണ്ടാക്കുന്നത് അവന് വേണ്ടിയല്ല, വേറെ ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ്, ആരെങ്കിലും കൊല്ലാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരുത്തനെ ഒരു ഇതിന് സ്മാരകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോലെ മ്ലേച്ഛമായ ഒരു പ്രവൃത്തി നമുക്കൊരിക്കലും ഊഹിക്കാൻ പറ്റുന്നില്ല. നാണമില്ലേ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക്? ഞാൻ ചോദിക്കുകയാണ്. ശ്രീ എം വി ഗോവിന്ദനോട് തന്നെ ചോദിക്കുകയാണ്, നാണമില്ലേ നിങ്ങൾക്ക് ഇതേപോലെ ഒരു കാര്യത്തിന് പോകാൻ? അതേപോലെ തന്നെ ശ്രീ ജയരാജൻ ചിന്തിക്കണം. ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന്? ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ ഇത് അവിടെ കണ്ണൂരിലെ ജനങ്ങൾ മാത്രമല്ല കാണുന്നത്, നിങ്ങളൊന്ന് ഓർക്കണം. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്താവും? ഈ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും വളരെ വേണ്ടതാണ് എന്നും ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് ഈ പാർട്ടി പോകണം, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. അത് ഈ രീതിയിലേക്ക് അധപ്പതിച്ചു പോകരുത് എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്.